എന്നിട്ട് ഈ പാട്ടക്കസേര കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അകത്ത് ഇരുത്താൻ വേണ്ടിട്ട് എന്ത് കണ്ടിട്ടാണ് അത് ഞാൻ ജനങ്ങളെ ചോദിക്കണത്, എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കാണാൻ. അച്ഛന്റെ വണ്ടി അല്ല അത്. അച്ഛൻ ഇങ്ങനെ പറയും. പെട്ടെന്നൊരു വിളി. നേരം വെളുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ കുത്തിരിക്കുകയായിരുന്നു കേട്ടോ. എന്താണ് ഉച്ചക്കലത്തെ പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ ഇരിക്കുക. അപ്പം എൻ്റെ വിളിച്ചിട്ട് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ ഡിയർ നാത്തൂരും ആങ്ങളെയും. എന്നാ ഓ ചാവി കൊടുക്കട്ടെ. അതിപ്പം ഡിമാൻഡ് വേണ്ട, അധികം ഡിമാൻഡ് വേണ്ടാന്ന്. നിങ്ങൾ എപ്പോൾ ഈ ഡിമാൻഡ് ഇടലാന്ന് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇടലാണ്. അതെ, ഡിമാൻഡ് തന്നെ കണ്ടാ എപ്പോഴും തന്നെ എല്ലാരും പറയുന്നുണ്ട്. അതിന് ഞാനിവിടെ തീപ്പെട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇത്ര വലിയ ഡിമാൻഡ് ഇടാൻ വേണ്ടി. പാളും അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഡിമാൻഡാണ് അത്. ഞാൻ തന്നെ പറയട്ടെ, ഭയങ്കര ഡിമാൻഡാണ്. ഇത്രയും വർഷമായിട്ടില്ലേ, ഭയങ്കര ഡിമാൻഡ്. അതല്ലെങ്കിലും അറിയാം നിങ്ങൾ ലോക്കൽ ചരക്കാണെന്ന്. അപ്പൊ എന്തായാലും പിന്നെ പറഞ്ഞു ഓ നിങ്ങൾ പറയാൻ വിടുവോ? ഇല്ല, സമ്മതിക്കൂല. അപ്പൊ ഇല്ലേ പിന്നെ ഇതന്നെ ക്യാരക്ടർ. ഞാൻ 10-16 കൊല്ലായിട്ട് സഹിക്കുന്നയാന്ന് ഗൈസ്. മറിച്ചാ പെട്രോളായാ അത് നിങ്ങൾ അഹങ്കാരം കൊണ്ട്. അപ്പം ഇല്ലേ, അപ്പം എന്തായാലും 10-16 വർഷമായിട്ട് നമ്മൾ ഇതിനെ സഹിക്കുന്നതാണ്. അപ്പം എന്തായാലും ഡിമാൻഡൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് വന്നത് നിങ്ങൾക്ക്, ആ സൈഡിലിരിക്കുന്ന ഡാഷ് ആരാണെന്ന്. നല്ലൊരു പണി കിട്ടിയത്, അതോടുകൂടി ഭയങ്കര വിഷമായിട്ടാ എനിക്ക് ബാധിക്കില്ല. അപ്പം ഇല്ലേ, അപ്പം എന്തായാലും ഞങ്ങളില്ലേ ലാഗടിപ്പിക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല. അപ്പം ചേട്ടയും നിധിയും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഹെൽമെറ്റൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. സാധനങ്ങൾ കുറച്ച് മേടിക്കാമെന്ന് വെച്ചിട്ട്. വേറെ ഒന്നല്ല, അവർക്കൊരു ആഗ്രഹം. സബിയോപ്പേൻ്റെ വണ്ടി വരുന്നത് പോയിക്കോട്ടെ, വണ്ടി റോഡാണ്, വണ്ടി പോകും. അപ്പം അവർക്കൊരു ആഗ്രഹം സബിയോപ്പേൻ്റെ പിന്നെ നെയ്ച്ചോറ് കോഴിക്കറിയും കൂട്ടണമെന്ന്. ഞാൻ അവരുടെ ഇടക്കിടയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പറയും ഇങ്ങനെ, ഞങ്ങൾ നെയ്ച്ചോറും കോഴിക്കറിയും വെച്ചെന്നൊക്കെ പറയും. അപ്പോൾ എന്നോട് ഓ ദുഷ്ടത്തികളെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ എനിക്ക് നെയ്ച്ചോറും കോഴിക്കറിയും വെച്ച് തരുമോ എന്ന് വെച്ച്. അപ്പോൾ പിന്നെ കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പിന്നെ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നെയ്ച്ചോറും ഞാൻ അങ്ങോട്ടൊന്നും പോലും അടക്ക് പോകുമ്പോൾ എടുക്കാം. പിന്നെ അപ്പം തൽക്കാലം അതിൻ്റെ മേളിലേക്ക് ഇപ്പം എല്ലാ ഹിന്ദിക്കാരും കണ്ടിട്ടുണ്ടാവും. പിന്നെ അപ്പം എന്തായാലും ഞങ്ങൾ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. ഒരുപാട് സാധനം വേണ്ട, പിന്നെ ബാങ്കാട് നിന്റെ ആങ്ങളൊക്കെ നിന്റെ നാത്തൂന് ഇതെല്ലാം കൊടുക്കണമെങ്കിൽ നീ തന്നെ വണ്ടി ഓടിക്കണം. ലൈസൻസ് എല്ലാം ഉണ്ടല്ലോ. അയ്യോ നിങ്ങൾ എന്റെ പുറകെ ഇങ്ങനെ നടക്കണം. നീ എന്റെ ഡയലോഗ് അടിച്ചില്ലേ, ഞാൻ ബാക്കിൽ ഇരിക്കുന്നോണ്ടാണ് നിനക്ക് റൂട്ടും നീർത്ത റൂട്ടൊന്നും അറിയാത്തത്. ഇന്ന് മുതൽ നീയും മുന്നിൽ ഞാൻ ബാക്കിൽ. ഇല്ലില്ല, നിങ്ങൾ എടുത്താട്ടെ, തമാശ എടുക്കല്ല, ഞങ്ങൾക്ക് എടുക്കില്ല. എനിക്ക് പഴയ വണ്ടി, എനിക്ക് പഴയ വണ്ടി എടുക്കാൻ എടുക്കുന്നത് ഞാൻ എടുക്കൂലേ. എന്നാ ബാക്കോട്ട് ഇറക്കി വെക്ക്. ഇതുമേന്ന് എനിക്ക് തട്ടു, അത് ഇറക്കി വെക്ക്. മറ്റേ വണ്ടിയാണെങ്കിൽ ഞാൻ എടുത്തേനെ. മറ്റേ വണ്ടി നമ്മൾ മഴ കാരണം ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പുറത്ത് വീട്ടിൽ കയറ്റി വെച്ചിട്ടാണുള്ളത്, അയൽവക്കത്തെ വീട്ടിൽ വെച്ചിട്ടാണുള്ളത് കേട്ടോ. ഇതെന്താണെന്ന് ചാവി ഇടാൻ വരെ അറിയില്ല നിങ്ങൾക്ക്. അതായി പാട്ട വണ്ടി എടുക്കാൻ കണ്ടു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ബാക്കിൽ പാട്ട വണ്ടി നിന്റെ അച്ഛൻ്റെ വണ്ടി അടി മാറി ചില നല്ല വണ്ടി നോക്കിയേ. ഇതിനെ കൊണ്ടാണ് ഉള്ള ചോറ് നിന്ന് ഇപ്പോൾ എന്നിട്ട് അവള് പാട്ട വണ്ടിയിൽ. നീ അത് ചാവി ഇടറി അങ്ങനെ തന്നെ മതി, അത്ര തന്നെ ആയി അത്. ഒന്നും ഓഫാവില്ല മോളെ, അതൊന്നും നിന്റെ അച്ഛൻ്റെ വണ്ടിയല്ല അത്. അത് പറയും. പിന്നെ നീ എനിക്ക് ആ പാട്ട വണ്ടി എന്ന് പറഞ്ഞത് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താടി കളിക്കുന്നത്? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? വണ്ടിയെല്ലാം നോക്കിയേ. നല്ല പോയാ ബ്രേക്ക് കുറവാണ്. ഞാൻ മെല്ലെ പോകുന്നു. മോങ്ങിട്ട് കാര്യമില്ല.
പിടിക്കുമ്പോ 2 ബ്രേക്ക് ഒന്നിച്ച് പിടിച്ചാൽ മതി. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് അത് പറ. അറിയില്ല. ചിക്കൻ പറയണ്ടേ? ഇത് മതിയല്ലേ? ഒരു പിന്നെ വലിയ കോഴി കറി പീസ് വലുത്. വലുത് വേണ്ട. വീഡിയോ ഓണാന്ന് ഷാപ്പിന്റെ ട്രൗസർ അടക്കം കിട്ടും. പറയരുത് അങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ചാനലിൽ വരും. നമ്മളെ താക്കൽ ചിക്കൻ സ്റ്റാൾ നമ്മള് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ചിക്കൻ ഫ്രീ ആണേ. ഇതാണ് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന നമ്മളെ ഫ്രണ്ടിന്റെ ചിക്കൻ കട. അത് ആ കാണുന്ന നടുക്കുന്നതും ആ നമ്മളെടുത്ത മെയിൻ അല്ല. പുള്ളി നമ്മളെ വീഡിയോ ഇപ്പൊ കൊറേ ആയിട്ട് കാണുന്നില്ല. പുള്ളി ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എടുത്ത് പുള്ളി കാണുള്ളൂ. അതിന് വേണ്ടിട്ടാണിത്. ഇനി എടുത്ത് കാണണോട്ടാ. 3 നമ്മളെ ഫ്രണ്ട് തന്നെ. ഒന്ന് ഷാപ്പി, റിജേഷ്, മുഹമ്മദ് അലി. നമ്മളെ മലക്കരത്തെ മെയിൻ ഒരു ചിക്കൻ സ്റ്റാൾ വന്നിട്ടത്. ഓക്കെ. ഇന്ത്യക്കാട്ടർ ഉണ്ടായിട്ട് ഇന്ത്യക്കാട്ടർ ഇട്ടില്ല. ബാക്കിലാരും ഇല്ലാതെ നോക്കണം. വലിയ ഡ്രൈവർ. അതന്നെയാണ്. സ്ഥിരംപോയിലൂടെയല്ലോ അവരുണ്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും കൂടി ഒന്നിച്ച് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്വന്തം ചേച്ചിയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഷൈമേച്ചിനെ. എപ്പോഴും ഷൈമേച്ചി മോളെ എന്നല്ലാണ്ട് വിളിക്കില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു കാര്യമാണ്, ചേച്ചി എന്ന് കയറി വിളിക്കാറില്ല എന്ന്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ബൂമർ പണ്ടത്തെ ഓർമ്മയുണ്ടാ? ശക്തിമാൻ. ഇത് എടുത്താൽ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ. ബൂമറിന് ഇതേ ടേസ്റ്റ്. നാരക മിഠായിക്ക് ഇതിന് ഒരു വ്യത്യാസമില്ല. മുന്തിരി ഒന്നും വേണ്ടാന്ന്. മുന്തിരിയും വാങ്ങി. ഞാൻ ചോറിന് മുന്തിരിയൊന്നും ഞങ്ങൾ എടുക്കല്ല. ഞങ്ങൾ പൈസ കുറവുള്ളവരുടെ എടുക്കല്. ചേട്ടാ പാർപ്പാടാക്കുന്നുണ്ട് ചേട്ടാ. അയ്യോ, സാധനങ്ങളെല്ലാം വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട്. ആണുങ്ങളുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കരുതെന്നാണ്. തല കഴിഞ്ഞിട്ടേ ഉള്ളു വാങ്ങും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആണുങ്ങൾക്ക് വില കൊടുക്കണം. അല്ലാത്തപ്പോൾ ആണുങ്ങൾക്ക് വില കൊടുക്കരുത്. എത്ര വേണോ? രണ്ടെണ്ണം വേണ്ട. ഇതെല്ലാം കാണുമ്പോ ആള് വിചാരിക്കും അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഏത് സംഭവം മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ആയിരിക്കും അത് മനസ്സിലായിട്ടല്ലേ? ചിക്കൻ കറി വെക്കണമെങ്കിൽ ഞാൻ പോകണം. ബിരിയാണിന്റെ മസാല ആക്കണമെങ്കിൽ ഞാൻ വരണം. ഇവിടെ ഇപ്പൊ ചിക്കൻ കറി മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാ ദിവസവും. എന്താന്ന് വെച്ചാല് ഞാനും കുറച്ച് താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം ചിക്കൻ കറി വെക്കേണ്ടത് മീനെന്ന് പറഞ്ഞാല് പണ്ടാറ് പൈസ ചിക്കൻ വാങ്ങിയാല് രാവിലെ എടുക്കാം. രാവിലെ എന്ന് പറഞ്ഞാൽ വല്ല പൂരിക്കോ വല്ല ചപ്പാത്തിക്കോ അതിന്റെ ചട്ടിയെങ്കിലും വെച്ചിട്ട് ഞാൻ ഇവരെന്നെ പറ്റിക്കും. എന്നെ പറ്റിക്കരി നിങ്ങനെ പറ്റാൻ പിന്നെ നിങ്ങൾ ആരും അമ്പാനിന്റെ പോലെ നന്ദുവിനെ പറ്റിക്കാൻ കഴിയില്ല. നന്ദു പ്രശ്നമാക്കി ഏത് നേരം നിങ്ങൾക്ക് ചിക്കൻ പീസ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ചെമ്മീനൊക്കെ ഉണ്ട്. ചെമ്മീക്കറിയും ചെമ്മീൻ തന്നെ അല്ലേ. അവർക്ക് എപ്പം ചെമ്മീനൊന്നല്ല കേട്ടോ, നമുക്കെപ്പം ചെമ്മീനാണെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അവർക്ക് വരുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം നമ്മൾ നിലനിർത്തി കൊണ്ടുപോണ്ടേ. അവർക്ക് പിന്നെ വേറെ എവിടെ അങ്ങനെ ഒരുപാടൊന്നും പോകാനൊന്നും ശ്രദ്ധിക്കണമെന്ന് ഒരുപാടൊന്നും ഇല്ലല്ല. നമ്മളൊക്കെ തന്നെ നമ്മൾ അപ്പുറവും കയറണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് വ്ളോഗൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വരുന്നത് വരെയുള്ള വ്ളോഗ് എൻ്റെ അടുത്തുണ്ടാവും. അവര് വന്നു കഴിയുമ്പോ പിന്നെ വ്ളോഗ് ഫോറിയിലുണ്ടാവും. അതാ വലിച്ചെറു എപ്പ നോക്കുമ്പോഴേ ഉള്ളേരി വരുന്നല്ലേ. മതിയായി നിങ്ങൾക്കല്ലേ കറി വെക്കല് മാത്രമേ ഉള്ളൂ അടുക്കളയില്. ഇവര് എപ്പെങ്കിലും കേറുമ്പോഴാണ് ഇവ എടുക്കുന്നത് വീഡിയോ. അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല. എപ്പോഴും ഒന്നും വെക്കുന്നില്ല, കേറുന്നൊന്നും ഇല്ലേ. അടുക്കളപ്പണി തന്നെ. അടുക്കളപ്പണി ഇങ്ങനെ അടുക്കളപ്പണി ഇല്ലേ, അങ്ങനെയൊന്നുമില്ലേ. നമ്മൾ ആ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുളിർ മഴയിൽ ഞാനും വിചാരിച്ചത് സത്യത്തില്. ഇപ്പൊ പോയൊരു നിങ്ങളെ കാര്യം മനസ്സിലാക്കണം.
ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഞാനാണ്. മനസ്സിലായി? കുറച്ചെല്ലാം പഠിപ്പിച്ചു. കുറച്ചൊന്നല്ല, ഇതുവരെ കളിക്കുന്ന ഡാൻസ് തെറ്റും പഠിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ പഴയ ഡാൻസറാണ്, ചെറിയ പഴയ ഡാൻസർ ചെറിയ സ്ഥിരം സ്റ്റെപ്പ്. അതിന്റെ ഒരു വ്യത്യസ്തമായ സ്റ്റെപ്പ് ഏതാ വരുന്നത് അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. നമുക്ക് അതൊക്കെ അറിയുള്ളൂ കേട്ടാ. ഇവർക്ക് മറ്റേ സ്റ്റെപ്പ് ഇവരെന്ത് കളിച്ചാലും ഇവരെ ആങ്ങളെ മങ്ങളും തരും എല്ലാം ഓണക്കളിയിലേക്ക് പോകും. ആ ഓണക്കളി സ്റ്റെപ്പിലേക്ക് പോകും. ഇവരെങ്ങനെ ഡാൻസ് കളിച്ചാലും ഇവർ ആ സ്റ്റെപ്പിലേക്ക് പോകും. എനിക്ക് അതൊക്കെ അറിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്റെ കയ്യിൽ നിന്ന് ഇത്രയും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അത് ഞാൻ പഠിപ്പിച്ചോളൂ. എനിക്ക് ഇത്രയും അറിയുള്ളൂ കേട്ടോ. എന്നെ നമ്മളെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാം, കിട്ടുന്നത് ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിച്ചാൽ എന്റെ വ്യൂവേഴ്സിന് എന്നെ ഇഷ്ടമാണ്. അത് മതി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അവർക്ക് മതി. കൂട്ടുന്നേക്കണേ. ആ അപ്പൊ പൊടി ചൂടാക്കിട്ട് വേണം. എന്തെന്ന് പൊടിയാ? പൊടി വേറെ വാട്ടിയാ പോരെ? ഉള്ളിയില് ചെലപ്പോ മൂക്കൂല പൊടി, തനിഞ്ഞ പോലെ കിടക്കും. നമുക്ക് വേറെ ചട്ടിയിൽ തേങ്ങ ലേശം വറുത്തരച്ചിട്ട് പ്ലാൻ മാറ്റി അല്ലേ? തേങ്ങ ലേശം വറുത്തരച്ചോ കാണിച്ചിട്ട് ലേശം തേങ്ങ കേട്ടാ. ഈ തേങ്ങ വറുത്തരൊക്കെ ശരിക്കും സാമ്പാറിൽ തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കൂലേ? അപ്പൊ എന്റെ കുറെ ആൾക്കാരോട് ചോദിച്ച് എങ്ങനെയാ, ഞാൻ എന്നാ വീട്ടിൽ സാമ്പാറിലാണെങ്കിൽ തേങ്ങ വറക്കുവാന്ന്. പൊടി മാത്രം വെക്കുന്ന സാമ്പാറുണ്ട്. സാമ്പാർ പല ഓരോ ഭാഗത്ത് ഒരേ ടൈപ്പിലാണ്. സാമ്പാറിനകത്ത് തേങ്ങ വറുത്തരച്ചിട്ട് ഞാൻ അത്ഭുതമായിപ്പോയി. സാമ്പാറിൽ ഞങ്ങളിവിടെയൊക്കെ സാമ്പാറിൽ ശരിക്കും തേങ്ങ വറുത്ത് നല്ല മൂക്കനെ വറുത്ത് പൊടിയെല്ലാം അതിനകത്ത് തന്നെ ഇട്ടിട്ട് അങ്ങനെ അരച്ച് അങ്ങനെ ഒരു സാമ്പാർ അധികം വെക്കല്. പൊടി സാമ്പാർ വെക്കും. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ തേങ്ങ വറുത്തരക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതം പോലെ. ഒരു മനുഷ്യൻ തേങ്ങ വറുത്തരക്കൂലാന്ന് സാമ്പാറിൽ. അതെനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. അത് കഴിച്ചുപൊടി സാമ്പാർ. മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി അല്ലേ? മല്ലിപ്പൊടി. ഫ്രണ്ട് ക്യാമറ ഉണക്കിയാൽ ഇടത്തേക്കായി വലത്തേക്കായി ആയിട്ട് കാണും, വലത്തേക്കായി ഇടത്തേക്കായി ആയിട്ട് കാണും. അങ്ങനെ ഒരു സംഭവം. ആള് പറയുന്നത് ജാടയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഫുൾ ജാട തന്നെ. അല്ലെങ്കിൽ ജാട പെണ്ടിയാണെന്ന്. അതാണ് ഞാൻ ചോദിക്കണത്. എന്ത് കണ്ടിട്ടാണ്? അത് ഞാൻ ജനങ്ങളെ ചോദിക്കണത്. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ജാട കളിക്കുന്നത്? ഇപ്പൊ ഇവന്റെ ഫ്രണ്ട് ഞാൻ ഷാഫിക്ക് എന്നെ കഴിച്ചു. നിനക്ക് കുറച്ച് ജാട കൂടുതലാട്ടാ വീഡിയോയിൽ വരുമ്പോ. ദീപു പറഞ്ഞു നിങ്ങൾക്ക് ജാട സത്താട്ടൊക്കെ ഭയങ്കര ജാടയാണ്. ദീപു ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അങ്ങനെ എല്ലാരും പറഞ്ഞു ജാട തന്നെ. ഇതിന്റെ പേരാണ് ജാട. ഇനിയിപ്പോ നമ്മളിപ്പോ ഇത്രയും വർഷമായി എല്ലാ ലോക്കൽ സ്വഭാവവും നമ്മൾ ലോക്കലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോ മതി എന്താ ഇതിങ്ങനെ ചന്ദനത്തോട് എന്നാണ് കാഞ്ഞിരത്ത് അങ്ങനെ എന്താ പറയില്ല, ചാരിയാൽ അങ്ങനെ ആയതാ ഞാൻ. കാഞ്ഞിരായതാ ഇതിനോട് ചാരിയിട്ട്. ഈ പൊടി നല്ല അന്നേരം നല്ല അടിപൊളിയായിട്ട് വരും. മതിയില്ലേ പൊടി വറുത്തത്? ആയിട്ടുണ്ടാ? അപ്പൊ തേങ്ങ വറുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പുറമുള്ള ആള് റസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. വറുത്ത് വെച്ച നമ്മളെ പൊടി അങ്ങാടിട്ടു. ഇനി നമുക്ക് ഇതങ്ങോട്ട് അരച്ചെടുക്കാം. ഇനി ചോറ് വെക്കേണ്ട പരിപാടി കേട്ടോ. ചോറ് വെക്കേണ്ട ആ ഭാഗത്തോട്ട് നമ്മൾ ആളിങ്ങോട്ട് എത്തൂല കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളി പോയിട്ടുണ്ട്, പുള്ളിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വറുത്ത് അങ്ങോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കേണ്ട പരിപാടി പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ആ ചോറ് അങ്ങനെ ആകുന്നുണ്ട്. പിന്നെ ഈ കഷ്ടപ്പാടിൻ്റെ ടെസ്റ്റൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. വ്ളോഗ് ഫോർ യു കണ്ടവരാണെങ്കിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും സരിതേ പണിവാളിയിട്ടാണ് ഉള്ളതെന്ന്. അതെന്തായാലും ലാസ്റ്റ് അങ്ങോട്ടേക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും നമ്മളൊരു സാധനം വെക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലും അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മളൊരു ഇത് വെക്കുന്നത് അല്ലേ. അപ്പോൾ അത് ചോറും കറി ആയാലും നെയ്ച്ചോറായാലും എന്തായാലും ഒന്നും മോശമായി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തും അടുക്കളയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ സമയദോഷം കാരണം നമുക്ക് പലതും കേൾക്കാൻ മതി അല്ലേ. അപ്പോൾ
അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. തുടക്കണോടത്തത് പോയി ചവിട്ടുന്നത് നിങ്ങളിട്ടല്ല, അസഭ്യം പറയുന്നത് നിങ്ങളാണ് കേട്ടോ, ഞാനല്ല. പിന്നെ അങ്ങനെ വരുമ്പോ എനിക്ക് ഇതൊക്കെ തുടക്കമല്ല. ഒരാങ്ങളെ വരുന്നതായിട്ട് കളിയായത് നാത്തൂനും വരുന്നതായിട്ട്. അത് ഞാനല്ല, നിങ്ങളാരോ കൊന്നിട്ടതാ. അത് നിങ്ങളാരും ഏതെങ്കിലും കാരണം തരാം. നിന്റെ മോനെ കൊതുക് കടിച്ചാൽ അറിയില്ല. നിങ്ങളെ കൊതുക് പൊക്കിക്കൊണ്ടോ പോയാൽ വരെ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു അച്ഛനെ നെഗറ്റീവാണ്, ഞാൻ നെഗറ്റീവാണ്, നന്ദു നെഗറ്റീവാണ്. അച്ഛൻ്റെ അയൽ പറഞ്ഞേ. ഞാൻ പറഞ്ഞു അയ്യോ അച്ഛൻ നമുക്ക് ബ്ലഡ് കിട്ടൂല പോലും. അപ്പൊ അച്ഛനോട് പറയണേ, മോള് പേടിക്കണ്ട മോളെ, അച്ഛൻ്റെ നെഗറ്റീവ് ഊറ്റുന്നത് വരെ മോക്ക് കിട്ടും, അത് ഊറ്റിയെടുക്കുന്നത് വരെ മോക്ക് ബ്ലഡിന് കുറവുണ്ടാവൂല. അതുകൊണ്ട് നിങ്ങളെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നെഗറ്റീവ് ആണോ ഓപ്പോസിറ്റ് ചേട്ടത് ഓപ്പോസിറ്റ് ഓ നെഗറ്റീവ് ആകും. ബ്ലഡ് ഓ നെഗറ്റീവാ അതുകൊണ്ട് ചേട്ടൻ കിട്ടൂല. ഓ നെഗറ്റീവ്, എന്റേത് എ നെഗറ്റീവ്. അച്ഛൻ ഞാൻ നന്ദു എ നെഗറ്റീവ്. അങ്ങനെയാണ്. ഇതിപ്പോൾ അവർ വരുന്നതിൻ്റെ ആർഭാടം കാണിക്കൽ മാത്രമൊന്നല്ല കേട്ടോ. നമ്മളെ വീട് നമുക്ക് ചേറായി എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കൂലേ, അത് മാത്രമാണ് കേട്ടോ. ഇത് ആരെയും ബോധിപ്പിക്കണ്ടല്ലോ നമുക്ക്. അപ്പം എന്തായാലും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊട്ടിച്ച് നല്ല ആവിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഡെക്കറേഷനൊന്നുമില്ല, മല്ലിയിലൊക്കെ അങ്ങോട്ട് തൂളി ബാങ്ക് കൊടുത്ത് തൂളി, പിന്നെ ഉള്ളി അങ്ങാട് തൂളി, അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങാട് തൂളി, എല്ലാം അങ്ങാട് തൂളി. സെറ്റോട് സെറ്റ്. ബിരിയാണിയല്ല, നെയ്ച്ചോറ്. ഞാൻ തന്നെ ഇനി എൻ്റേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് സ്ഥിരം പരിപാടിയാണ്. ഇത് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ആ മസാലയാക്കി ആ ഒരു ചട്ടിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഇത്തിരി ചോറ് ഇട്ട് അങ്ങോട്ട് പെരയ്ക്കാനുണ്ടല്ലോ. അയ്യോ അത് തിന്നാൽ പിന്നെ ബിരിയാണി മര്യാദ കഴിക്കാൻ വേണ്ടി തോന്നാറില്ല കേട്ടോ. അതാണ് എൻ്റെ സ്ഥിരം പരിപാടി. എന്നിട്ട് പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ പിടി വാരിയും കൊടുക്കും. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ചേച്ചിയുടെ മക്കളൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർക്കാണ് അധികം ഞാൻ വാരി കൊടുക്കല കേട്ടോ. എല്ലാവർക്കും ഞാൻ ഓരോ പിടി ഞാൻ എല്ലാവരും വായിലും എത്തിച്ചു കൊടുക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിന്ന് അയ്യോപ്പൊക്കെ ഒരു പിടി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പട്ട അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്, കൊടുത്തതിനും ഗുണമില്ലാണ്ടായിപ്പോൾ. ഒന്നും കൂടി എടുക്കട്ടെ കേട്ടോ. അതാ അടിപൊളിയായിട്ട് ഒരു നമ്മളെ തൈരും കൂടി ഒഴിച്ചിട്ട് ഒരു പിടി ഇനി അണ്ണാക്കിലോട്ടൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കട്ടെ. പിടിച്ചാ നിങ്ങൾക്ക് ഒരു പിടി സൗണ്ടർക്ക് നമ്മളെ മാളുവാണല്ലോ ഒച്ചപ്പാടാക്കണത്. അങ്ങനെ ആ കർത്തവ്യം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ആ ചോറൊക്കെ അങ്ങോട്ട് മൂടി വെക്കണം. മൂടി അങ്ങോട്ട് വെച്ച് ഇനിയിപ്പോൾ നമ്മളെ കറി മൂടിയതൊന്ന് തുറന്ന് നോക്കണം. കാരണം ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കണമല്ലോ. ഇപ്പോൾ കറി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ല അടിപൊളി കറിയല്ലേ? പക്ഷേ നമ്മൾ മസാലക്കറി വെക്കുന്നതും വറുത്തരച്ച് വെക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസം, ടേസ്റ്റിനൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് അവിടെയാണ് എനിക്ക് പാളിയത്. അപ്പം പണിയൊക്കെ കഴിഞ്ഞതാ ഒതുങ്ങി. ഇനി അവരെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരുത്താണ് അല്ലേ ഇപ്പം? ഇതൊരു സന്തോഷമുള്ള ഇരുത്താണല്ലേ. പണിയൊക്കെ കഴിഞ്ഞിട്ടൊരു ഇരുത്തുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. അവരെന്തായാലും അമ്മൂൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാനിപ്പോൾ ഒന്നും ഈ നിമിഷം ഒന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മളിനി അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ബിരിയാണിയാണ് വായിൽ വരുന്നത്. നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ അടിക്കാം. വയറൊക്കെ കാലിയാക്കിയിട്ടിട്ട് വരവോ നോക്കാം. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും അടിക്കുമോ അറിയില്ല. വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കഴിക്കാൻ ചാൻസില്ല. അപ്പോൾ വെയിറ്റ് അല്ലേന്ന് എന്താന്ന് ചിന്തിക്കുന്നത്? ഇതിന് കട്ടാക്കിയിട്ടുണ്ട് ആ സിനിമ കാണാൻ വേണ്ടിട്ട്. അതിനാണ് ഇരിക്കണം. കട്ടാക്കുന്നില്ല, അവിടെ ഇരിക്കട്ടെ, അത് കാണാനായിട്ടാണ്. ഓ ഡുവിലുണ്ണി കൃഷ്ണനൊക്കെ അത് ഇവർക്ക് ആർക്കും അറിയില്ല, കാണുന്ന പ്രേക്ഷകർക്ക് അറിയില്ല. ഇങ്ങനെ ആദ്യം മുതൽ സിനിമേന്റെ കഥ പറയേണ്ടി വരും. അതെ, സിനിമയാണെന്ന് പോലും നമുക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ വരട്ടെ കേട്ടാ, എന്നിട്ട് ബാക്കി കാണാം. അതിനിടക്കില്ലേ ഞങ്ങളൊരു പ്ലാനിങ് ചെയ്യായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളെ ഹാള് കണ്ടാ നല്ല വിശാലമായ ഹാൾ. വിശാലമൊന്നുമല്ല, ചെറിയൊരു ഹാളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കണം ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ ഒരു സോഫ ഇടാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഇല്ല കേട്ടോ. കാരണം അവിടെ ഒരു സ്റ്റെയർ
അല്ല ഇപ്പൊ ഇതാ നിങ്ങൾ ഞങ്ങളുടെ എന്തെങ്കിലും നമ്മളെ പ്ലാനിങ് കാണുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇതാണ് ഞങ്ങളുടെ ഹാള്. ഇവിടെ ഞങ്ങൾ എങ്ങനെ ഒരു സോഫ ഇടുക ഞാൻ മുക്കും മൂലം കാണിച്ചു തരാം. ഇവിടെ ഞങ്ങള് വലിയ കാര്യത്തിന് ഞങ്ങൾ ആരെങ്കിലും പുറത്ത് വരുമ്പോ ഞങ്ങൾ പറയും ഈ പാട്ടക്കാസേര കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അകത്ത് ഇരുത്താൻ വേണ്ടിയിട്ട് സോഫ ഇടാനുള്ള സൗകര്യം ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ തല ഇടിക്കും, കുറേ ആളുകളുടെ തല ഇവിടെ ഇടിക്കും. ഞങ്ങൾ ഇവിടെ കഴിച്ച് ശീലമായതുകൊണ്ടാണ്. പക്ഷേ പിന്നെ ഇവിടെ ഇടാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ഇതിങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മുറി ഇങ്ങോട്ടേക്ക് വന്ന് ഒരടുക്കള ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഇവിടെ അമ്മേൻ്റെ ഇങ്ങോട്ട് ഒരു മുറിയും വന്ന്. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ സോഫ ഇടും, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. പിന്നെ ഇവിടെ TV-യും. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒരു സോഫ ഇടും. ഇത് അയ്യപ്പ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടുക്ക് ഈ ഒത്ത നടുക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെറിയ സോഫ പറ്റൂ. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് 3 സീറ്റ് മനസ്സിലായി. പരമാവധി ഇവിടെ പറ്റിച്ചിടാം. പിന്നെ ഒരു സിംഗിൾ അവിടെ അങ്ങോട്ട് ചേർത്തിട്ട് വിടാന്നാണ് പറയുന്നത്. കൊറേ സ്ഥലം പക്ഷെ നമ്മളത് പോകും, വേസ്റ്റ് ആവും. കേറുന്നുണ്ട്. സ്റ്റെയർ വെച്ചിട്ടില്ല കേട്ടാ ഞങ്ങള്. സ്റ്റെയറിന്റെ കൈവരി വെച്ചില്ല. പണിയും തീർന്നിട്ടൊന്നുമില്ല. അതന്നെ മുകളില് നമുക്ക് ഇനി പണിയുണ്ട്. ഷീറ്റാണല്ലോ. അപ്പൊ വണ്ടി വന്നെന്ന് തോന്നുന്നില്ല. വന്നാ ഓണടിക്കുന്നുണ്ട്. അവര് വ്ളോഗ് എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും അവരെത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ പഞ്ചുരുളി വെക്കാൻ ചെല്ലങ്ങോട്ട് കുറെ അളിയ അങ്ങോട്ട് ചെല്ലുന്നേ ചെന്ന് പോയിട്ട് പറ എവിടെ വെക്കാന്ന്. അതോ പോകുന്ന അങ്ങോട്ട് പരിപാടി ഉണ്ട്. എന്തേ അങ്ങോട്ട് പോയല്ല? ഇവളിവിടെ ആക്കിയിട്ടുണ്ടാ തട്ടിയിട്ടുണ്ടാ? ഇല്ല, വണ്ടി അത് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോയി വണ്ടി കേട്ടാ. നമ്മളവിടെ വെക്കാന്നുള്ള ഇതിനകത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പം അവിടെ പറ്റിയിട്ടില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മളവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല സുഖമായിട്ട് വണ്ടി വെക്കാൻ പറ്റിയേട്ടാ. പക്ഷെ ഇപ്പോൾ അവിടെ മണ്ണൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് മൊത്തം ചളിയായി കിടക്കുകയായിരുന്നു. മഴവെള്ളത്തിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു കുഴിയൊക്കെ എടുത്തപ്പോൾ ആകെ ഒന്നും കൂടി മണ്ണൊക്കെ ഇങ്ങനെ കൂന കൂട്ടിയിട്ട് അതുകൊണ്ട് വണ്ടി വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോയതാന്ന് തോന്നുന്നു. എന്തായാലും വരട്ടെ. ഞാനിങ്ങനെ റോഡും മലത്തേര പര നടക്കുക. സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് നടക്കും. അവേ ടീമിനെ അങ്ങോട്ട് പോയി കൂട്ടാം നമുക്ക്. ബാ. അധികം ഞാൻ അറിയാണ്ടാണ് ഇവർ വരുത്തട്ടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും റോഡുമ്പോൾ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതാ രണ്ടാൾ അവിടെ നാടിപ്പാടി വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ എനിക്കുള്ളൊരു വലിയൊരു പൊതിയുണ്ട് കേട്ടോ, എൻ്റെ ആങ്ങളെ കൊണ്ടുത്തരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വലിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു മനസ്സിലുണ്ടായ പ്ലാൻ ചേട്ടനോട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ പ്ലാൻ കുറച്ച് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് പുള്ളിയുടെ പ്ലാൻ ഇങ്ങോട്ട് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതാണ് കറക്റ്റ് എന്ന് തോന്നി കേട്ടോ. കുറച്ചൊരു ചേഞ്ചൊക്കെ ഞങ്ങൾ വരുത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഹാളും അത്യാവശ്യം ചെറിയൊരു ഹാളാണ്, എന്നാലും നല്ലൊരു സ്റ്റൈൽ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് എപ്പോഴാ പ്ലാൻ ഏകദേശം മായ്ച്ചു കളയേണ്ടി വന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു കിടത്ത ഇവിടെ പതിവാണ് കേട്ടോ. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാവുന്നില്ലെങ്കിൽ മുറിയിലാണ് അധികം കിടക്കല്. ഇന്നിപ്പോൾ കോലായിക്ക് തന്നെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, അവർ പോകാൻ ഇറങ്ങി. ബാത്റൂമിൽ ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകി കിട്ടക്കണോണ്ട് നിങ്ങൾ ബാത്റൂമിൽ പോകണം. അതും കൂടി നിങ്ങൾ കാണണം, നിർബന്ധം. അപ്പൊ എന്തായാലും ഇവരിറങ്ങുന്നതോടുകൂടി ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരെല്ലാം നമ്മളെ വ്ളോഗ് ഫോർ യുവിൽ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ സെറ്റ് എന്താടി നീ എടുത്തിട്ട് വരുന്നത്? തിന്നങ്ങോട്ട് തിന്നി. ഇതാണ് സാധനം. അത് കൊള്ളാം. സ്കന്ദമ്മാന്റെ കേട്ടോ സ്കന്ദമ്മ.
ഭർത്താവ് എന്ത് സ്നേഹത്തോടെ തരുന്ന അതെല്ലാം സ്വീകരിക്കണം. മ്യൂട്ടാക്കൂല. അതാ അമ്മാവനെ കാണാൻ വേണ്ടിട്ട് ഒന്ന് കേറിയിട്ടുണ്ട്. അതെ, അപ്പൊ വണ്ടി അവിടെ നമുക്ക് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ട് വരാം. നല്ല കോലം. ഇതെന്താ ഭ്രാന്താലയോ? ഒന്നും നോക്കിയിട്ടില്ല. നല്ല രസമുണ്ട്. എന്തെന്നാ അന്നേരം പറയാൻ പറ്റിയില്ലല്ലേ നീക്ക്? ആര്യപ്പെടുത്ത് ചേട്ടാ. ഇത് നോക്കിയ ബൾബിന്റെ ഇടക്ക്. ക്യാമറയെല്ലാം പോയിട്ടറിയാ വീഡിയോ ഞാൻ ആദ്യമേ പോയി അവിടെ തന്നെ ഡബിൾ സൈഡ് ഇല്ലേ കാറി കയറി നല്ല ഡബിൾ സൈഡ് മുന്നിൽ എത്തിക്കോളൂ. അപ്പൊ അവര് പോകുന്ന കേട്ടാ. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡ് പഠിക്കുന്നു. അപ്പൊ ടാറ്റ എല്ലാവർക്കും. ടാറ്റ ടാറ്റ. നമ്മ ടാറ്റയൊക്കെ പറഞ്ഞ് അവരെ വിട്ടതാ. നമ്മൾ നടന്നു വരുന്നു അല്ലേ വീപ്പേ? പക്ഷെ എന്നാലും നമ്മളെ ചിക്കൻ കറിക്ക് എന്ത് പറ്റിയെന്ന് ചേട്ടക്കില്ലേ ചിക്കൻ കറി. ഓ അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളും കൂടി സപ്പോർട്ടാണ് തേങ്ങ വറക്കാൻ വേണ്ടി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. തേങ്ങ വറുത്തതാണ് ഞങ്ങളെ ചിക്കൻ കറിയില്. ഞങ്ങൾക്ക് ആ ഭാഗത്തൊന്നും തോന്നിയില്ല. പക്ഷെ ചേട്ടക്ക് ലാസ്റ്റ് പറയുന്ന കേട്ടാ. ഞങ്ങള് ലാസ്റ്റ് പറഞ്ഞേട്ടാ വെറുതെ ഉപ്പിട്ട് വെച്ച പോലെ ഉണ്ട്. അച്ചാമ്മേന്റെ തന്നെയാണ് പിടിക്കും ഭയങ്കരമായിട്ട്. പിന്നെ രുചി അച്ചാമ്മക്ക് അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ചാമില്ലേ അക്കാ പൈസ കൊള്ളൂലെന്ന് പറയും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വെച്ചതാണെന്നൊന്നും ചിന്തിക്കൂല. അത് ചേട്ടാ അങ്ങനെയാണ്. ഇനി ഇഷ്ടപ്പെട്ടാലുണ്ടല്ല ഓ ഭയങ്കര ഇഷ്ടം. അതല്ലേ പറഞ്ഞത്. നിന്റെ മറ്റേ ചിക്കൻ കറി ഉണ്ടല്ലോ അതാണ് പൊളി, അതാണ് സൂപ്പർ എന്നാ പറഞ്ഞത്. പക്ഷെ ഇത് ഇന്നത്തത് അങ്ങോട്ട് ഏറ്റില്ല ഗൈസ്. നമ്മൾ കുറച്ച് രുചിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേങ്ങയൊക്കെ വറുത്തത്. പക്ഷെ പണിപാളി. പുള്ളിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവേണ്ട. എന്തായാലും ഇനിയിപ്പം ഒന്നുമില്ല അല്ലേ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഇങ്ങനെയൊക്കെ പോയി. ഇന്നൊരു ദിവസം ഇങ്ങനെ പോയി. അപ്പം ടാറ്റ.